ത്രില്ലർ സിനിമയെ വെല്ലുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിനു ശേഷം ശുഭ്മാൻ ഗിൽ നയിക്കുന്ന യുവനിരയുടെ അടുത്ത എതിരാളികൾ വെസ്റ്റ് ഇൻഡീസ്. 2 മത്സരങ്ങളടങ്ങുന്ന പരമ്പരയിലേക്ക് 15-അംഗ ടീമിനെയാണ് ഇന്ത്യൻ സെലക്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വൈസ് ക്യാപ്റ്റനായി രവീന്ദ്ര ജഡേജ ഗില്ലിനൊപ്പം പടയൊരുക്കും. പരിക്കുമായി മല്ലിടുന്ന ഋഷഭ് പന്തിന് പരമ്പര നഷ്ടമാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പന്തിന്റെ പകരക്കാരനായി ധ്രുവ് ജുറൽ അവസാന 11-ൽ ഇടം പിടിക്കും. 2ാം വിക്കറ്റ് കീപ്പറായി എൻ ജഗദീശനും അവസാന 15-ൽ സ്ഥാനമുറപ്പിച്ചു. ദേശീയ ടീമിലെ അരങ്ങേറ്റമാണ് ജഗദീശൻ ലക്ഷ്യമിടുക. കരുൺ നായർ, അഭിമന്യു ഈശ്വരൻ, അൻഷുൽ കാംബോജ്, അർഷ്ദീപ് സിംഗ്, ശാർദുൽ ഠാക്കൂർ എന്നിവർക്കും ടീമിലെ സ്ഥാനം നഷ്ടമായി. വെടിക്കെട്ട് ട്രിപ്പിൾ സെഞ്ചുറിയോടെ ടെസ്റ്റ് കരിയറിന് തുടക്കമിട്ട കരുൺ നായർക്ക് മുന്നിൽ ഇന്ത്യൻ ടീമിന്റെ വാതിൽ ഒരിക്കൽ കൂടി കൊട്ടിയടക്കപ്പെട്ടു. അരങ്ങേറ്റം കഴിഞ്ഞ് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കരുൺ നായർക്ക് വീണ്ടും ദേശീയ ടീമിലേക്ക് വഴി തുറന്നത്. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ച കരുൺ നായറിന് സുവർണാവസരം മുതലെടുക്കാൻ സാധിച്ചില്ല. 8 ഇന്നിംഗ്സുകളിൽ നിന്നായി കരുൺ നായർക്ക് ആകെ നേടാനായത് 205 റൺസ് മാത്രം. പൊരുതി നേടിയ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് ഇന്ത്യൻ താരത്തിന് എടുത്തു പറയാനുള്ളത്. ഇതിനു പിന്നാലെയാണ് കരീബിയൻസിനെതിരായ പരമ്പരയിൽ നിന്ന് താരം തഴയപ്പെടുന്നത്. സമീപകാലത്തെ മികച്ച പ്രകടനമാണ് കരുൺ നായരെ മറികടന്ന് ദേവ്ദത്ത് പടിക്കലിന് ടീമിലേക്കുള്ള വഴി തുറന്നത്. ഇംഗ്ലണ്ട് പര്യടനത്തിൽ കരുൺ നായരിൽ നിന്ന് മെച്ചപ്പെട്ട പ്രകടനം പ്രതീക്ഷിച്ചിരുന്നതായും സെലക്ടർ അജിത് അഗാർക്കർ പറഞ്ഞു. ഒക്ടോബർ 2-ന് അഹമ്മദാബാദിലാണ് പരമ്പരയിലെ ആദ്യ മത്സരം. ഓസ്ട്രേലിയക്കെതിരെ ഏറ്റുവാങ്ങിയ പരമ്പര തോൽവിയിൽ നിന്ന് തിരിച്ചുവരവാണ് വെസ്റ്റ് ഇൻഡീസ് ലക്ഷ്യമിടുക. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫിയിൽ പൊരുതി നേടിയ സമനിലയോടെ ലോക ടെസ്റ്റ് റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. 36 പോയിന്റുമായി മുൻ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയയാണ് പട്ടികയിൽ 1-ാമത്. 16 പോയിന്റുമായി ശ്രീലങ്ക 2-ാം സ്ഥാനത്തുമാണ്.